നിന്റെ അളിയൻ വന്നു. കാശിനോടുള്ള ആർത്തിയാണോടാ? കാശിന് വേണ്ടി എന്ത് നീ ചെയ്യോടാ? എവിടുന്നാണ് വേഗം പറയണം. എന്താ നടന്നത്? കഞ്ചാവ്, മയക്കുമരുന്ന്, ബ്രൗൺ ഷുഗർ, ഇതിന്റെയൊക്കെ കച്ചവടം. എന്താണിത്? എന്താണിത്? കണ്ടില്ലേ? എടുക്കടാ, എടുക്കടാ, എടുക്കടാ. എന്തോ അവൻ അറിയാതെ തെറ്റിപ്പോയതാ. ഈ പ്രായത്തിൽ ചെയ്യേണ്ട പണിയാണോ ഇവൻ ചെയ്യുന്നത്? 10 വർഷം ഇവൻ ജയിലിൽ കിടന്നാണ്. നീ മനുഷ്യനല്ലടാ. നിന്റെ കൊച്ചു ഭർത്താവ് എനിക്ക് അന്യനാണോ? നിങ്ങളൊക്കെ ഒന്നിച്ചു എന്നെ ഒറ്റപ്പെടുത്തി. നിന്നെ ഈ മുഖത്ത് വെച്ച് ഞാൻ ഒരുപാട് ദൂരം ഓടി കൊല്ലാമെന്ന് അവരിൽ നിന്ന് നിന്നെ രക്ഷിക്കുകയായിരുന്നു എന്റെ ഉദ്ദേശം. നിന്നെ സുബ്രഹ്മണ്യ സാറ് വളർത്തിക്കൊള്ളാന്ന് പറഞ്ഞു. ഒരു മനുഷ്യനായാൽ അന്യരെ സഹായിക്കണമെന്നായിരുന്നു സാറിന്. നിന്റെ അമ്മയോടും അച്ഛനോടും ഒപ്പം എന്റെ ഭർത്താവിനെ അവർ കൊന്നു. അങ്ങനെ അവിടെ എവിടെയൊക്കെ തിരിഞ്ഞ് ഞാൻ നിന്നെ സുബ്രഹ്മണ്യ സാറിനെ ഏൽപ്പിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ഈ ഗ്രാമമേ ഇല്ലാതായി. ചക്രവർത്തിയുടെ വിശേഷം? മരിച്ചുപോയെന്ന് ചിലരൊക്കെ പറയുന്നു. ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയെന്നാണ് മറ്റു ചിലരൊക്കെ പറയുന്നത്. കണ്ടാ തിരിച്ചറിയാൻ കഴിയൂ? ഒരുപക്ഷെ കണ്ടാൽ എനിക്ക് പറയാൻ കഴിഞ്ഞേക്കും. ചിലപ്പോ മുഖം മാറിപ്പോയിട്ടുണ്ടാവും. ഉറപ്പായിട്ട് എങ്ങനെ പറയാനാ? മോനെ, നിന്റെ മുത്തശ്ശൻ അസ്ഥി ഇവിടെ തന്നെ ഒഴുക്കണമെന്ന് പറഞ്ഞത് എന്തിനായിരുന്നു എന്ന് എനിക്കിപ്പം മനസ്സിലായി. ആ അസ്ഥികൾ ഇവിടെ കൊണ്ട് ഒഴുക്കുമ്പോൾ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അസ്ഥികളുടെ കൂടെ അത് സംഗമിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാവും. പോലീസ് എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വാസ്തവത്തിൽ നിങ്ങൾ നാടകക്കാരനും മാഡം സർക്കസാരിയും തന്നെയല്ലേ? ടിപ്പു, ഇതല്ലാതെ വേറെ വഴിയില്ലേ? അതിലൊരു വഴിയുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അതിലെ കാറ് പോവില്ല മാഡം. ദേവിക, താൻ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ. നിങ്ങൾ അങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ പോകുന്നെന്ന്? എടോ അമിതാഭ് ബച്ച, എന്റെ പൈസ തന്നിട്ട് പോ. എനിക്ക് മക്കേ പോവാനുള്ള കാശാ. എടോ മാന്യ, എന്റെ കാശ് വന്നിട്ട് എന്റെ കാശ് ഓട്ടം പിടിച്ചിട്ട് കാശ് വന്നില്ല. ഓട്ടം പിടിച്ചിട്ട് രണ്ടുപേരും പറ്റിച്ചിട്ട് പോയി. അതിലൊരുത്ത നാടകക്കാരനാ, മറ്റവളാണ് ഈ സർക്കസുകാരി. സർക്കസാ? അതെ സാർ, അവൻ സുരഭി ട്രൂപ്പ്. അവിടെ ജെമിനി എന്ന് മനസ്സിലായില്ലേ? അതല്ല, ജെമിനി സർക്കസാ. നരകത്തെരുവിൽ പോണെന്ന് പറഞ്ഞു. അവൻ നഗരത്തെരുവ് സെർച്ച് ചെയ്യേ. വെഹിക്കിൾസ് വെയിറ്റിംഗ് ആണപ്പാ. കൈനീട്ടും കൂടെ പോയിട്ടില്ല. കണ്ടില്ലേ? പറയാ. സോറി സാർ, വിചാരിക്കാത്തൊരു സംഭവം നടന്നു. എന്താ നടന്നത്? പള്ളമേട്ട് ജംഗ്ഷൻ്റെ അടുത്തൊരു പ്രോബ്ലം ഉണ്ടായി. നമ്മൾ മൈനിങ് നടത്തിയ സ്ഥലത്ത് വാട്ടർ നിലച്ചു പോയി. കൂടാതെ നമ്മുടെ ചില ആളുകൾ മരണപ്പെട്ടു. ശരി, ചാത്തു. ഇനിയിപ്പോ എന്ത് ചെയ്യണം? ഡെഡ് ബോഡീസ് എന്ത് ചെയ്യണം? പിന്നെയും പറഞ്ഞു വെക്കുന്നതിനാ? ശവങ്ങളെ കൊണ്ട് നഗരപ്രദക്ഷിണം ചെയ്യണമെന്നാ? സീതാ ചെല്ലു. എന്ത് ചെയ്യാൻ പോണെന്ന് എനിക്കറിയണ്ട. എത്രയും വേഗം പണി സ്റ്റാർട്ട് ചെയ്യണം. കമോൺ ഫാസ്റ്റ്. ഓക്കെ അപ്പാ, എല്ലാവരും വാ. അപ്പോഴേ മിനിസ്റ്റർ സാറേ, ആ ഫോറസ്റ്റ് ഏരിയ ക്ലിയർ ചെയ്തു. താങ്ക് യു.
കുറച്ചോട്ട് വടാ. ഏതവനാണ് അതിനെ അയച്ചത്? ഏതവനാണ് അതിനെ അയച്ചത്? പറയടാ, പറയൂ, പറയാൻ. അപ്പാ നിന്റെ തന്തയ്ക്ക് നല്ല ധൈര്യമായിരുന്നു ഞാൻ കൊന്നപ്പോ. നിനക്കെന്തടാ? നിന്റെ തന്തയെ കൊന്നോണ്ട് എനിക്ക് മൈൻസ് കിട്ടി. നിന്നെ ഞാൻ ഫ്രീ ആയിട്ട് കൊല്ലുന്നേ. അപ്പാ, ചക്രവർത്തി ജീവനോടെ ഉണ്ട്. അവൻ ചത്തുപോയില്ലടാ. കർണാടക ചക്രവർത്തി ചത്തുപോയില്ലടാ. പേടിച്ചു പോയല്ലേ? ചക്രവർത്തിയുടെ പേര് കേട്ടപ്പോഴും പേടിച്ചു പോയില്ലടാ. ചക്രവർത്തി മരിച്ചിട്ടില്ല, അവൻ ജീവിച്ചിട്ടുണ്ടെന്ന്. അപ്പാ, പട്ടാഭി, ചക്രവർത്തി എവിടെയുണ്ടെന്ന് അവനറിയാം. ചക്രവർത്തി എവിടെയുണ്ടോ? പറയടാ. കർണാടക ചക്രവർത്തി എവിടെയുണ്ടെന്ന് പറയണം. ആരായാലും എന്താ, അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കണം. അപ്പ നമുക്ക് ഇതേവരെ കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം തെറ്റാണ്. ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തിരക്കി എല്ലാ വിവരങ്ങളും ശേഖരിച്ചു. അപ്പാ,
CI കൂട്ടിക്കൊണ്ടു. നമസ്തേ സാർ. ബംഗാരപ്പ, കണ്ടിട്ട് എത്ര വർഷങ്ങളായി? 5 വർഷമായി. കുടുംബമൊക്കെ സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു സാർ. നീ സർവീസിലുണ്ടായിരുന്നപ്പോൾ ചക്രവർത്തി എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി ഒരു 25 lakhs നിന്റെ അക്കൗണ്ടിൽ ഇട്ടിരുന്നു, ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ സാർ. ചക്രവർത്തി നിനക്ക് എത്ര തന്നു? ചക്രവർത്തി എൻകൗണ്ടർ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ചക്രവർത്തി നിനക്ക് എത്ര തന്നു എന്നാ ചോദിച്ചത്. ചക്രവർത്തിയെ എൻകൗണ്ടർ ചെയ്തു സാർ. കർണാടക ചക്രവർത്തി ജീവിച്ചിരിപ്പുണ്ടാ? ജീവനോട് എത്ര കിട്ടിയെന്ന് എവിടെ ഉണ്ടെന്ന് പറയടാ. പറയാ. കോടി തന്നു സാർ. അപ്പാ, ചക്രവർത്തി എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുക. ഇപ്പൊ തന്നെ അവനെ പൊക്കിക്കൊണ്ടുവാ. ശരിയപ്പാ. ആ ലേഡി ജേർണലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് എന്താ? എനിക്ക് അവളെയും അവളുടെ കൂടെ ചുറ്റുന്ന ബാബുവിനെയും വേണം. ഇനി എന്തിനാ നിൽക്കുന്നത്? പോ. എന്തായടാ, ഫിനിഷ് ചെയ്തോ അലക്സ്? ദേവിക എവിടേക്കാ നിന്നെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത്? എല്ലാ സ്ഥലത്തും എന്നെ കൂട്ടിക്കൊണ്ട് പോകാറില്ല സാർ. നിന്നെ സഹായിച്ചത് ആരൊക്കെയാ? സാർ അത് സാർ ഇതെവിടെയാ? ഇപ്പൊ എങ്ങനെയുണ്ട്? എടാ ഇങ്ങോട്ട് വാടാ. പേടിക്കാനൊന്നുമില്ല, നേരം വെളുക്കുമ്പോഴേക്കും ഭേദാവും. മനുഷ്യൻ പിറന്ന മണ്ണ്, മനുഷ്യൻ വളർന്ന മണ്ണ്. എഴുന്നേറ്റിട്ടില്ല. വിളിക്കണോ? എന്തേ ചെയ്യുന്നത്? മറച്ചു വെക്കുക. എന്താ? മണ്ണ് മൊത്തം എടുത്ത് മറച്ചു വെക്കുക. ശാപ്പാടില്ലെന്നായാൽ അത് തരുന്നത് മണ്ണാ. മണ്ണയില്ലെന്നായാൽ അതുകൊണ്ട് മണ്ണെടുത്ത് ഒളിച്ചു വെക്കുക. മനുഷ്യൻ പിറന്ന അത് മണൽ രാജ്. എല്ലാരും ഭ്രാന്തനെന്നാ വിളിക്കുന്നത്. മറ്റുള്ളവരൊക്കെ കാശുണ്ടാക്കുമ്പോ ഇങ്ങൊരു മണ്ണും ചുവന്ന് നടക്കുക. ഒരർത്ഥത്തിൽ ഭ്രാന്ത് തന്നെയാ. നിങ്ങൾ പോയി വിശ്രമിച്ചു. ഉണരുവാണെങ്കിൽ ഞാൻ വിളിക്കാം. നിങ്ങൾ വരുന്നോ ഇല്ലയോ? ഞാൻ വരുന്നില്ലടാ. ഞാൻ ഇവിടെ തന്നെ ജനിച്ചു, ഇവിടെ തന്നെ മരിക്കും. മരിക്കും വരെ ജീവിക്കണ്ടേ? അതുവരെ മാമുണ്ണൻ എന്ത് ചെയ്യും? ഇവിടെ തന്നെ കഴിയാനുള്ള വഴി നോക്കടാ. ഇവിടെ പട്ടിണി കിടന്നാൽ കൂടി ആ പട്ടണത്തിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? ഇവിടെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല മൂപ്പ. ആ വാ മോനെ, ഇരിക്കെ. വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരു വഴിയില്ല. എങ്ങനെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോകണമെന്ന് വെക്കുക. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? നിങ്ങൾ ജീവിക്കേണ്ടത് ഇവിടെ തന്നെ. നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് അവർക്ക് നന്നാവാൻ വേണ്ടി. അത് വേണ്ട മൂപ്പ. അന്തി ഉറങ്ങാനുള്ള കിടപ്പാടം വരെ നഷ്ടപ്പെട്ടു പോയി. ജീവിക്കുന്നത് തന്നെ മരിച്ചതിന് സമമായിട്ടാ. ആ നിലയ്ക്ക് നമുക്ക് എന്ത് ജീവിതം? നമ്മുടെ ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞ ഒരു വഴി തെളിയോടാ. എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരു ഉത്സവമുണ്ട്. ഇവിടെ ജീവിക്കാൻ ഒരു മാർഗമില്ലാതിരിക്കുമ്പോൾ അവരുടെ ഒരു ഉത്സവം. മനുഷ്യന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് പിന്നെ എന്തിനാ ഈ ഉത്സവങ്ങൾ? ഞങ്ങളുടെ ഒരു വിശ്വാസം മാത്രമല്ല ഈ ഉത്സവം. ആ രണ്ടപ്പ ഇല്ലേ, അയാള് നടത്തുന്നതായി ഉത്സവം. ഭദ്രകാളിയാണ് രാക്ഷസനെ വധിച്ചത്. രാമൻ രാവണനെ വധിച്ചു. നമ്മളും തീരുമാനിക്കണം, ശത്രുവിനെ വധിച്ചിട്ടേ ഇനി ഉത്സവമുള്ളൂ എന്ന്. അങ്ങനെ ആ റെഡപ്പയെ അവൻ എവിടെയായാലും ശരി കത്തിച്ച് ചാമ്പലാക്കിയിട്ടേ ഇനി ഉത്സവമുള്ളൂ എന്ന്. അതെങ്ങനാ മോനെ? ഉത്സവമാക്കും.